നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ വിശേഷങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും നാളെ മുതൽ കൃത്യസമയത്ത് ഉച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ പിറ്റേ ദിവസത്തെ രേവതിയുടെ സച്ചിയുടെയും കഥയൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ കാണാനായിട്ട് എല്ലാവരും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ നാളെ കാണുന്ന ഒടുവില് അച്ഛമ്മയുടെ നിർദ്ദേശപ്രകാരം ഭാര്യയും ഭർത്താവും ചേർന്ന് ദോശയും കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം തയ്യാറാക്കി ടൈം ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെക്കുവാണ്. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു എല്ലാം റെഡിയാണല്ലോ, അപ്പം നമുക്ക് കഴിക്കാൻ തുടങ്ങാന്ന് പറയണം. അങ്ങനെ എല്ലാവരും പ്ലേറ്റിനകത്ത് എടുത്തു. രണ്ടുപേരും കൂടെ ചേർന്ന് ചുട്ട ദോശയൊക്കെ എടുത്ത് പ്ലേറ്റിനകത്ത് വെച്ചു. ആ സമയം സച്ചി വന്നിട്ട് സുധിയുടെ പ്ലേറ്റിനകത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ഇതെന്താടാ ടാർ റോഡ് മാതി കരിഞ്ഞിരിക്കുന്നല്ലോ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും സുധി പറഞ്ഞു, അതെ ഇത് ഞാൻ ഉണ്ടാക്കിയ ദോശയാ, കണ്ടാൽ തന്നെ അറിയാം നീ ഉണ്ടാക്കിയ ദോശയാന്ന്, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയണം. ആ സമയത്ത് ഭാഷ പറഞ്ഞു, എന്താണെങ്കിലും കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ആ സമയം അച്ഛൻ പറഞ്ഞു, എല്ലാവരും കഴിക്കാൻ പറ്റേ ഒരു മിനിറ്റ് എന്ന് പറയണം. എന്താ? അതെ ഇങ്ങനെയല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോഴേക്കും വർഷം ചോദിച്ചു, പിന്നെ എങ്ങനെ അച്ഛമ്മേന്ന് ചോദിക്കുകയാണ്. അതെ ഭാര്യ ഭർത്താവിന് വാരി കൊടുക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് വാരി കൊടുക്കണം എന്ന് പറയണേ. ഭാര്യയും ഭർത്താവും പരസ്പരം വാരി കൊടുക്കണം, അതെ അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയണം. അപ്പോഴേക്കും വർഷം പറഞ്ഞു, ആഹാ അച്ഛമ്മ ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണല്ലോ, കൊള്ളാലോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യാണ്, രേവതി സച്ചി പരസ്പരം വാരിക്കൊടുത്തു. അതുപോലെ സുധി ശ്രുതി പക്ഷേ ശ്രീകാന്തും ഒക്കെ വാരിക്കൊടുക്കുക. പക്ഷേങ്കില് രവീന്ദ്രനും ചന്ദ്രമതി ഒന്നും മിണ്ടില്ല, രണ്ടുപേരും അനങ്ങാതിരിക്കുവാണ്. എല്ലാവരും അവരെ തന്നെ നോക്കുവാണ്. ആ സമയത്ത് ചന്ദ്രനെ നോക്കിയിട്ട് രവീന്ദ്രൻ പറഞ്ഞു, അതെ ഞാൻ എന്തായാലും തനിച്ച് കഴിച്ചോളാം, എനിക്കാരും വാരി തരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അവരുടെ കല്യാണം ഈയിടെ കഴിഞ്ഞിട്ടുള്ളൂ, നമുക്ക് വയസ്സും പ്രായമൊക്കെ അല്ലേ, തന്നെ അങ്ങോട്ട് വാരി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ചന്ദ്രയ്ക്ക് മുഖത്ത് അടി കിട്ടിയോലേപ്പി എന്തേലും പറയാൻ പറ്റുമോ? കലാവതി അച്ഛമ്മ ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും വർഷം പറഞ്ഞു, എന്താണല്ലോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അച്ഛമ്മ. അച്ഛമ്മ പറഞ്ഞ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. അല്ല അച്ഛമ്മയുടെ പ്രണയ വിവാഹമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. പ്രണയ വിവാഹമോ അല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് ഇത്ര നല്ല റൊമാൻറ്റിക് ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റവരെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ അച്ഛമ്മ ചിലപ്പോൾ നന്നായിട്ട് പ്രണയിച്ചിട്ടുണ്ട് അല്ലേന്ന് പറയണം. അത് കേട്ടപ്പോൾ അച്ഛമ്മയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി, ആകെപ്പടെ മുഖത്ത് വല്ലാത്തൊരു നാണം വന്നു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, കണ്ടില്ലേ ഈ പ്രായത്തിലും അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മയുടെ മുഖത്ത് ഒരു നാണം കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് സച്ചി പറഞ്ഞു, അച്ഛമ്മേ ഈ നാണമൊക്കെ ഇത് എവിടെ നിന്ന് വന്നു, ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടേ ഇല്ല എന്ന് പറയണം, ഒന്ന് പോടാ അവിടുന്ന് എന്ന് പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ വെറുതെ സച്ചിനെ വഴക്ക് പറയണം. അപ്പോഴേക്കും വർഷ ചോദിച്ചു, അല്ല അച്ഛമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ സത്യത്തില് അച്ഛമ്മ പ്രേമിച്ച് കല്യാണം കഴിച്ചാണോ അച്ഛനെന്ന് ചോദിക്കണം. അങ്ങനെയൊന്നുമില്ല, അദ്ദേഹം എന്നെ സ്നേഹിച്ച് ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണേ. അച്ഛമ്മയെ സ്നേഹിച്ചോ? ഈ കഥയൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്ന് സച്ചി പറയണ. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, പറയാ അച്ഛമ്മ എന്താ സംഭവം, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണേ. അതെ എൻ്റെ ചെറുപ്പത്തില് കല്യാണപ്രായമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ അച്ഛന് ചോറും കൊണ്ട് പോകുമായിരുന്നു പാടത്ത്. അങ്ങനെ പോണ സമയത്ത് നിങ്ങളുടെ അച്ഛന് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു, ഒടുവിൽ വീട്ടിൽ വന്ന് പെണ്ണി ചോദിച്ചു. അപ്പോഴേക്കും വർഷ ചോദിച്ചു, എന്നിട്ട് അച്ഛമ്മ എന്തു പറഞ്ഞു? അത് പിന്നെ എനിക്കിഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞു. കണ്ടില്ലേ കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ട്, വെറുതെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അച്ഛമ്മയെ കൂടി കളിയാക്കണം. അച്ഛൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. ആ സമയത്ത് സച്ചി പറഞ്ഞു, അച്ഛമ്മയാള് കൊള്ളാലോ. അപ്പൊ രണ്ടുപേരും റോമിയോ ജൂലിയറ്റ് ആയിരുന്നല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു, പിന്നെ വലിയ പ്രണയകഥ, എന്റെ പ്രണയവിശേഷം, ഇതിന്റെ പിന്നിലെ വേറെ വല്ല ഫ്ലാഷ് ബാക്കും ആയിരിക്കും എന്ന് പറയാം. ആ സമയത്ത് വർഷ പറഞ്ഞു, അല്ല ഇതെന്താ അങ്കിളും ആന്റിയും തമ്മിൽ പരസ്പരം ഭാര്യ കൊടുത്തില്ലല്ലോ, നിങ്ങൾക്കും ഇത് ബാധകമല്ലേ, ഭാര്യ കൊടുക്കാൻ പറയണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി എന്ത് ചെയ്തു, കുറച്ച് പ്ലേറ്റിനകത്ത് നിന്ന് എടുത്ത് വാരി കൊടുക്കാനായിട്ട്. പക്ഷേങ്കിൽ രവീന്ദ്രൻ അത് മൈൻഡ് പോലും ചെയ്തില്ല. രവീന്ദ്രൻ പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ചു. ദോശ കഴിച്ചിട്ട് രവീന്ദ്രൻ പറഞ്ഞു, അതെ ഞാൻ കഴിച്ചു കഴിഞ്ഞു, എനിക്കിത് മതിയെന്നും പറഞ്ഞുകൊണ്ട് പ്ലേറ്റും വെച്ചിട്ട് രവീന്ദ്രൻ ഒറ്റ പോക്കായിരുന്നു. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് സച്ചിയെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, ചന്ദ്രനെ രവീനെ കൂടി ക്ഷേത്രത്തിൽ ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, ആട്ടെ ശരി അച്ഛമ്മ എന്നൊക്കെ സച്ചിയും പറഞ്ഞു. അച്ഛമ്മയ്ക്ക് സന്തോഷമായി, അവർ ക്ഷേത്രത്തിൽ ഒരുമിച്ച് പോകണം. അങ്ങനെ ചില പ്ലാനുകളും പദ്ധതികളൊക്കെ അച്ഛമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് രേവതി അടുക്കളയിൽ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി വന്ന് രേവതിയോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സച്ചിയുടെ ഫോണിലേക്ക് കോള് വരുന്നത്. പറയടാ മഹേഷേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, എടാ സച്ചി നമ്മൾ നോക്കിയിട്ട് പോയ കാറില്ലേ അതിന്റെ കാര്യത്തിന് വേണ്ടി. അതാണോ? അതെന്താ, നമുക്കത് പോയി വാങ്ങാം, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു, നമുക്കത് ഇപ്പൊ തന്നെ പോയി എടുത്തേക്കാന്ന് പറയണം. അപ്പൊ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ പോയി എടുത്തോണ്ട് വരാന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു.
അങ്ങനെ സച്ചി കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം രേവതിയോട് പറഞ്ഞു, രേവതി ആ കാറുണ്ടല്ലോ, രണ്ടാമത് നമ്മൾ വാങ്ങിച്ച കാറ്, അത് പോയി എടുത്തുകൊണ്ട് വരണമെന്ന് പറയണം, ഞാൻ ഓടിപ്പോയത് എടുത്തിട്ട് വരാമെന്ന് പറയണം. രേവതി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? ആ, ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അമ്മയും അച്ഛനെയും കൂട്ടിക്കൊണ്ട്. ഓ അങ്ങനെയാണല്ലേ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് അവരെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി കാർ എടുത്തോണ്ട് വരാം. അത് വേണ്ട, ഒരു കാര്യം ചെയ്യാം, സച്ചേട്ടൻ ഇപ്പൊ പോയി കാർ എടുത്തോണ്ട് പോവാ, എന്നിട്ടോ ആ കാറിൽ അച്ഛനും അമ്മയും കൂടെ കൂട്ടി ക്ഷേത്രത്തിൽ പോയാൽ മതി. അത് കൊള്ളാലോ, നല്ല ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോയി. പിന്നീട് സുധി പതിവ് പോലെ തന്നെ കടയിലേക്ക് വന്നു. അങ്ങനെ വിളക്കൊക്കെ വെച്ച് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭഗവാനെ ഈയിടെയായിട്ട് ബിസിനസ് ആകപ്പെടെ ഡള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കണേ, നല്ല എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ, നല്ല രീതിയിൽ തന്നെ ബിസിനസ് മുന്നോട്ട് പോണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിയുമ്പോഴത്തേനും ഒരാളും കൂടെ വന്നു. അപ്പൊ കസ്റ്റമറാന്ന് കരുതി സുധി എന്നിട്ട് ചോദിച്ചു, അല്ലെ എന്താ വേണ്ടേ, ഏത് സാധനം നോക്കാനാ വന്നതെന്ന് ചോദിക്കണം. അപ്പോഴേക്കും ആള് പറഞ്ഞു, അതെ നിങ്ങളുടെ പേരാണോ സുധീന്ദ്രൻ? അതെ. അതെ, ഞാൻ സാധനമൊന്നും മേടിക്കാൻ വേണ്ടി വന്നതല്ല, ഒരു സാധനം കൂടെ തരാൻ വേണ്ടി വന്നാന്ന് പറയണം. തരാൻ എന്ത്? അങ്ങനെ കയ്യിലിരുന്ന ഒരു കവറും കൂടെ കൊടുക്കുവാണ്. ഓ അപ്പൊ സാധനങ്ങളുടെ ലിസ്റ്റ് എന്തൊക്കെ വേണമെന്നുള്ളതായിരിക്കും അല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ സുധി ആ കവറിനകത്തുനിന്ന് ആ ലിസ്റ്റ് അങ്ങ് എടുക്കുവാണ്. ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതൊരു കത്തായിരുന്നു, ലിസ്റ്റ് ഒന്നും ആയിരുന്നില്ല. അതിനകത്ത് എഴുതിയിരിക്കുവാണ്, അതെ നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുക, നിങ്ങളുടെ കൂടെയുള്ള ആള് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നു, ജീവൻ തന്നെ അപകടത്തിലാവുമെന്നും പറഞ്ഞ് ഒരു കത്തായിരുന്നതോ. അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സുധി ഒരു നിമിഷം ഞെട്ടിപ്പോയി. തനിക്കെതിരെ ഒരു ഭീഷണി കത്ത് വന്നിരിക്കുന്നു, ആരെ എന്താണെന്നോ ഏതാണെന്നോ അറിയത്തില്ല. പെട്ടെന്ന് തന്നെ അത് കൊണ്ടെത്തുന്ന ആളെ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല. സുധി ഞെട്ടിപ്പോയി. സുധി അവിടെയൊക്കെ നോക്കി, ഷോപ്പിൽ മുഴുവൻ നോക്കിയപ്പോൾ കാണുന്നില്ല. പിന്നെ പുറത്തിറങ്ങി പുറത്തൊക്കെ നോക്കി, അവിടെയില്ല. ഇത് ആരാ കൊടുത്തുവിട്ടെ, എന്താ ഏതാന്നൊന്നും അറിയത്തില്ല. അങ്ങനെ സുധി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് വന്ന് നിൽക്കുവാണ്. സുധിക്ക് ആകെപ്പാടെ വെപ്രാളമായി. തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നൊരു പേടി സുധിയുടെ മനസ്സിലുണ്ടായി. ആ സമയത്ത് ശ്രുതിയും മീരയും കൂടെ അങ്ങോട്ട് സംസാരിച്ചു വരുന്നത്. അപ്പോഴേക്കും ശ്രുതിയോട് മീര പറഞ്ഞു, എന്തായി നിന്റെ കാര്യങ്ങളൊക്കെ? ഒരു വീട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എപ്പോഴേത് സമയത്താ സത്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിയുന്ന അറിയത്തില്ല. എത്ര കാലം നിനക്ക് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റി ശ്രുതി? അതെ, എത്ര കാലം എന്ന് എനിക്ക് അറിയത്തില്ല മീരെ, പക്ഷെ പോകുന്നിടത്തോളം പോട്ടെ. നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാല് സങ്കടം തോന്നുന്നുണ്ട്, അതേപോലെ തന്നെ ചിരിയും വരുന്നുണ്ട്. കാരണം നീ ഓരോ തവണ രക്ഷപ്പെടുന്ന ഓർത്തിട്ട് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അതുകൊണ്ട് എപ്പോഴേത് സമയത്താ പിടിക്കപ്പെടുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, നിനക്കിതൊക്കെ ഈസി ആയിട്ട് പറയാം, പക്ഷെ എൻ്റെ മനസ്സിലെ വിഷമം വേദന എനിക്കല്ലേ അറിയത്തുള്ളൂ. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ലാതെ വേദനയില്ല ഞാനെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ശ്രുതിയുടെ അടുത്തേക്ക് വരുമ്പോൾ ശ്രുതി ആ കത്തൊക്കെ പിടിച്ചിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ശ്രുതി വന്നിട്ട് ശ്രുതിന്ന് ഒറ്റ വിളിയായിരുന്നു. ശ്രുതി ഞെട്ടിപ്പോയി. മീരി വെച്ചു, ഇതെന്താ ശ്രുതി കടയിൽ നിൽക്കണ സമയം ഇത്രമാത്രം ഞെട്ടാനിരിക്കുന്നതെന്ന് ചോദിക്കുക. ശ്രുതി വെച്ചു, ഇതെന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക ശ്രുതി കടയിലെങ്ങോ അല്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം ശ്രുതി പറഞ്ഞു, അത് പിന്നെ അല്ല ഇതെന്താ കയ്യിലെന്ന് ചോദിക്കുകയാണ്. ആ കത്തം കൂടെ കൊടുത്തു. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി, കാരണം അതൊരു ഭീഷണി കത്താന്ന് മനസ്സിലായി. ആ കത്ത് വായിച്ച് മീരി വെച്ചു, ആഹാ കൊള്ളാലോ, അപ്പം ശ്രുതിക്ക് ശത്രുക്കളായല്ലേന്ന് ചോദിക്കണം. ആ സമയം ശ്രുതിയോട് പറഞ്ഞു, അല്ല എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എൻ്റെ കൂടെയുള്ള ആരോ എനിക്കിട്ട് പണി തരും, അവർ കാരണം എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലേ, അതാരായിരിക്കും? ഒരു പക്ഷെ രേവതി സച്ചിങ്ങനാണിക്കോ? ശ്രുതി പറഞ്ഞു, പിന്നെ അവരെന്തിനാ ഇങ്ങനെ കത്തെഴുതുന്നതെന്ന് ചോദിക്കുക. ആ സമയത്ത് മീരയെ നോക്കിക്കൊണ്ട് ചോദിച്ചു, അല്ല നീയെങ്ങാനും ആണോ? കൊള്ളാം, നിങ്ങളുടെ കല്യാണമൊക്കെ നടത്താൻ വേണ്ടി ഞാൻ ഇത്ര പാടുപെട്ടിട്ട് ഒടുവിൽ എൻ്റെ തലയിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് മീര ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫുകൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രുതി അവരുടെ അടുത്തേക്ക് സത്യം പറയടാ, നിങ്ങളല്ല ആ കത്ത് എഴുതിയെന്ന് ചോദിക്കുക. എന്ത് കത്ത്? ഏത് കത്താ സാർ? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. അപ്പോഴേക്ക് ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് എന്തൊക്കെ വർത്താനോ ശ്രുതി പറയണേ, ഒന്ന് മര്യാദക്കിരിക്കുക, ഇത് മിക്കവാറും ആരെങ്കിലും പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയതായിരിക്കും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ശരിക്കും ഒറിജിനൽ ആയിട്ടൊന്നും അല്ല, ആരോ വെറുതെ പറ്റിക്കാൻ വേണ്ട, ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നീട് മീര ശ്രുതിയെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, ശ്രുതി എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. എന്താ? ഏറ്റവും കൂടുതൽ ശ്രുതിയുടെ കൂടെ നിൽക്കുന്ന നീയല്ലേ, അപ്പം നിന്നെ ഉദ്ദേശിച്ചാണ് ആ കത്ത് എഴുതിയ ആൾ എഴുതിയെന്ന്. എന്നെയോ? അതെ. അങ്ങനെയാണെങ്കിൽ മിക്കവാറും അതാ നവീനായിരിക്കും എന്ന് പറയണം. നവീനോ? അതെ അവനായിരിക്കും, അവൻ നിന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ, അപ്പം മിക്കവാറും അവനായിരിക്കും കത്തെഴുതിയത്. അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് സൂക്ഷിച്ചോ, ഇന്ന് കത്തെഴുതിയിട്ടുണ്ടെങ്കിൽ നാളെ അവൻ ഇതൊന്നും അല്ല ഇതിനേക്കാൾ അപ്പുറം പണി കൊടുക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചും കണ്ട് നിൽക്കുന്നല്ല എന്നൊക്കെ പറഞ്ഞു. അതോടെ കേട്ട് ഇനി പാകപ്പായ ടെൻഷനായി ശ്രുതിക്ക്. എന്ത് ചെയ്യണം തരത്തില്ല. സത്യമാണോ മീര നീ പറയണേ? ഞാൻ പറയാനുള്ള പറഞ്ഞു, സൂക്ഷിക്കുകയാണോ നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ സമയം സച്ചി
സെക്കൻഡ് കാറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ പുതിയതായിട്ട് രണ്ടാമത് വീണ്ടും കാർ എടുത്തു. അങ്ങനെ വന്നിട്ട് രേവതിയെ വിളിക്കുവാണ്. രേവതി, ഞാൻ കാറുമായിട്ട് താഴെ വന്നിട്ടുണ്ട്, നീ താഴേക്ക് ഇറങ്ങി വാ, അച്ഛനമ്മയൊക്കെ കൂട്ടി വരാൻ പറയണ. ആ സമയത്ത് ചന്ദ്രമതിയും രവീന്ദ്രനും അച്ഛമ്മ കൂടെ സംസാരിക്കുന്ന സമയത്ത് അച്ഛമ്മ ചന്ദ്രമതിയോട്, ചന്ദ്രേ നീ ഒരു കാര്യം ചെയ്യ, രവിയും കൂട്ടിക്കൊണ്ട് കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിൽക്കുക. അത് പിന്നെ അമ്മേ, ഞാൻ വന്നാൽ ശരിയാവത്തില്ല. അതെന്താ? അല്ല, എനിക്ക് ഡാൻസ് ക്ലാസ് മറ്റും ഉണ്ടല്ലോ. പിന്നെ അങ്ങോട്ടേക്ക് വരാൻ പറയുന്ന സമയത്ത് നിനക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ ഭയങ്കരമാണല്ലോ, സമ്മതിച്ചു വന്നിരിക്കുന്നൊക്കെ പറയണം. അത് കേട്ടപ്പം ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും രേവതി വന്നിട്ട് പറഞ്ഞു, അച്ഛമ്മേ, സച്ചേടൻ താഴെ പുതിയ കാർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. അച്ഛമ്മ ഇറങ്ങി വാ. പിന്നീട് രവീന്ദ്രനോടും ചന്ദ്രമതിയോടും പറഞ്ഞു, നിങ്ങളും വാ, കാരണം അതുവഴി ക്ഷേത്രത്തിലേക്ക് പോകാലെന്ന് പറയണം. ആ സമയത്ത് വർഷ ശ്രീകാന്തും കൂടെ വന്നു. അവരെയും കൂടെ വിളിച്ചു രേവതി. അപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്ക്. ചന്ദ്രമതി പറഞ്ഞു, അവളുടെ വെടിയും പറച്ചിലൊക്കെ കേട്ടാ വലിയ എയറോപ്ലെയിൻ വാങ്ങിയതുപോലെയാ. ഇത് അച്ഛമ്മ കേട്ടു. അച്ഛമ്മ പറഞ്ഞു, എന്താടി എയറോപ്ലെയിൻ വാങ്ങിച്ചോണ്ട് നിന്റെ തലയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കാനാണെന്ന് ചോദിക്കണം. ഒന്നും മിണ്ടിയില്ല ചന്ദ്രമതി. ചന്ദ്രമതിയുടെ നാവ് അടഞ്ഞു പോയി. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും എപ്പോഴും നിനക്ക് ദേ എന്റെ കൊച്ചുമോനെ ഇങ്ങനെ കുത്തി പറയാൻ സ്വഭാവമുണ്ട്, അവനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം. ഇനി മേലാല് അതെന്റെ അടുത്ത് എടുത്തേക്കല്ല. ഈ അച്ഛമ്മ അല്ലെങ്കിൽ ഈ കലാവതി ആരാന്ന് നീ അറിയൂന്ന് പറയണം. ഒന്നും മിണ്ടിയില്ല ചന്ദ്രമതി. പിന്നീട് അവരെല്ലാരും കൂടെ അങ്ങനെ ഇറങ്ങിച്ചെന്നു. സച്ചി ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോഴേക്ക് ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, ആഹാ കൊള്ളാലോ, ഇത് മുമ്പത്തെ വണ്ടി തന്നെയല്ലേ, അതേ മോഡൽ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. മോഡൽ ഇച്ചിരി വേറെ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയാം. അല്ല, ഇത് ആരുടെ സെലക്ഷനാ? രേവതിയുടെ സെലക്ഷനാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രമതി ഒരു പുച്ഛഭാവത്തിൽ രേവതിയെ നോക്കി. അച്ഛൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ട മോനെ, ദേ ഇപ്പൊ 1 2 ഇങ്ങനെ 3 4 ഇങ്ങനെ വളർന്ന് ദേ കുറെ കാറുകളുടെ ഉടമയായിരിക്കണം നീ എന്നൊക്കെ പറഞ്ഞു. ആ സമയം സച്ചി എന്ത് ചെയ്തു, അച്ഛമ്മയുടെ കയ്യിലേക്ക് ആ കാറിന്റെ കീ അങ്ങോട്ട് കൊടുത്തു. ഇതെന്തിനാടാ എന്റെയിലേക്ക് തരുന്നേ? അതെ, അച്ഛമ്മ ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആ കീ രേവതിയുടെയിലേക്ക് കൊടുക്കാൻ പറയണം. അച്ഛമ്മ, എടാ അത് വേണോ? അച്ഛമ്മ കൊടുക്കാം അച്ഛമ്മേ, അച്ഛമ്മയുടെ കൈ നല്ല ഐശ്വര്യമുള്ള കൈയാന്ന് പറഞ്ഞു. അങ്ങനെ രേവതിയുടെ കയ്യിലേക്ക് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുവാണ് അച്ഛമ്മ. അച്ഛൻ പറഞ്ഞു, ഇത് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ രവീന്ദ്രനും ശ്രീകാന്തിനും വർഷിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് അച്ഛൻ പറഞ്ഞു, അതെ നീ ഒരു കാര്യം ചെയ്യുക, ഇവരെ കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് വരാൻ പറയണം. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, അച്ഛമ്മയ്ക്ക് എന്താ വന്നാലാ, അച്ഛമ്മയും കൂടെ വാ, അതേ പുറകെ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ എന്ന് പറയണം. ആ സമയത്ത് രേവതിയെ നോക്കിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു, എൻ്റെ മോളെ, ഇവൻ ട്യൂബ്ലൈറ്റാ, പെട്ടെന്നൊന്നും കത്തുകയല്ല, നീ കാര്യമൊന്നും അവനോട് പറഞ്ഞു കൊടുക്കാൻ പറയണം. ആ സമയം രേവതി പതുക്കെ പറഞ്ഞു, അതെ അച്ഛനെയും അമ്മയും കൂടെ തനിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാ പറയണം, മനസ്സിലായോ? അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ, അവരുടെ പിണക്കങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റാനായിട്ട്. ഓ, ഇപ്പം മനസ്സിലായെന്ന് പറയാണ്. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യുക, അച്ഛനും അമ്മയൊക്കെ കയറാനായിട്ട് പറയണം. ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.